നമസ്കാരം. ലോകത്തെ വിറപ്പിക്കാൻ ഒരു കാലത്ത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ നിഴൽ മാത്രം മതിയായിരുന്നു. ഒരു രാജ്യത്തെ വളയാൻ ഉപരോധങ്ങളും, ഒരു ഭരണകൂടത്തെ തകർക്കാൻ മിസൈലുകളും, ഒരു ഭൂഖണ്ഡത്തെ സ്വാധീനിക്കാൻ നയതന്ത്ര സമ്മർദ്ദങ്ങളും ഉപയോഗിച്ചിരുന്ന ആ മഹാശക്തിയുടെ പ്രതിച്ഛായ ഇന്ന് പശ്ചിമേഷ്യയിലെ മരുഭൂമിക്കാറ്റിൽ പരീക്ഷിക്കപ്പെടുകയാണ്. യുദ്ധങ്ങൾ ചിലപ്പോൾ വിജയികളുടെ കഥകൾ എഴുതാറില്ല, മറിച്ച് അജയരെന്ന് കരുതിയ ശക്തികളുടെ പരിമിതികൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാറുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പുതിയ ഏറ്റുമുട്ടലുകൾ അത്തരമൊരു ചരിത്ര നിമിഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചില സ്വതന്ത്ര വിലയിരുത്തലുകൾ പ്രകാരം ഇറാന്റെ ആക്രമണങ്ങൾ അമേരിക്ക ഔദ്യോഗികമായി സമ്മതിച്ചതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിരിക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉപകരണങ്ങൾക്കും ഗണ്യമായ ആഘാതം ഉണ്ടായതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനെതിരെ വ്യാപകമായ സൈനിക നടപടികൾ സ്വീകരിച്ചിട്ടും ഇറാൻ തിരിച്ചടിക്കാനുള്ള ശേഷി നിലനിർത്തിയിരിക്കുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മധ്യപൂർവ്വ ദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ മേഖലയിൽ വലിയ സുരക്ഷാ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം അമേരിക്കയുടെ സൈനിക മേൽക്കോയ്മയെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ശത്രു രാജ്യത്തെ ആക്രമിച്ചതിന് പിന്നാലെ അതിന്റെ തിരിച്ചടികൾ തടയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ലോകം സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ചോദിക്കും. ബില്യൺ ഡോളറുകൾ ചെലവഴിച്ച പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ്? സൈനിക ശക്തി മാത്രം ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇനി അമേരിക്കയ്ക്ക് കൈവരിക്കാനാവുന്നു? യുദ്ധത്തിനിടെ കുറഞ്ഞത് 20 മുതൽ 28 വരെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ്, ജോർദാൻ, ബഹ്റിൻ, ഒമാൻ എന്നീ 8 ഗൾഫ് രാജ്യങ്ങളിലായുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്കാണ് ഇറാന്റെ ആക്രമണത്തിൽ കേടുപറ്റിയത്. ഇറാൻ ആക്രമണങ്ങൾ അമേരിക്കൻ ഭരണകൂടം സമ്മതിച്ചതിനേക്കാൾ ഗുരുതരമാണ് എന്ന് ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ BBC വിശകലനം ചെയ്തു. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, റഡാറുകൾ, റീപ്പർ ഡ്രോണുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. UAE-യിലെ അൽ റുവൈസ്, അൽ സാദർ ബേസുകളിലും ജോർദാനിലെ മുവാഫാഖ്, സാൽദി ബേസുകളിലുമായി 3 താഡ് മിസൈൽ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമായി. ഏകദേശം $100 കോടി വിലമതിക്കുന്നതാണ് ഇതിലൊന്ന്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള സന്ദേശം വ്യക്തമാണ്. മേഖലയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ സുരക്ഷിത താവളങ്ങൾ ഇനിയില്ല എന്നതാണ് അവരുടെ വാദം. അമേരിക്കയുടെ സാന്നിധ്യം ശക്തമായിരുന്ന ഗൾഫ് മേഖലയിൽ പോലും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനെ അമേരിക്കയുടെ പരാജയമായി മാത്രം കാണുന്നതും യാഥാർത്ഥ്യത്തെ ലഘൂകരിക്കുന്നതായിരിക്കും. അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നു തന്നെയാണ്. എന്നാൽ ഈ യുദ്ധം തെളിയിക്കുന്നത് മറ്റൊരു സത്യമാണ്. ആധുനിക യുദ്ധങ്ങളിൽ ശക്തിയുടെ അളവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെലവേറിയ യുദ്ധവിമാനങ്ങൾക്കും വിമാനവാഹിനി കപ്പലുകൾക്കുമൊപ്പം കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളും അസമമായ യുദ്ധതന്ത്രങ്ങളും വലിയ സ്വാധീനം ചെലുത്തുന്ന കാലഘട്ടമാണിത്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഒരു രാജ്യത്തിന്റെ വിജയമോ പരാജയമോ മാത്രമല്ല, ലോകരാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന മുന്നറിയിപ്പ് കൂടിയാണ്. ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാതെ നിന്ന ശക്തികൾ പോലും ഇന്ന് പുതിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരും. ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: അജയ്യത എന്നത് യുദ്ധഭൂമിയിലെ ഒരു മിഥ്യാധാരണ മാത്രമാണ്. അമേരിക്ക ഇപ്പോൾ ഇറാൻ പകർന്നു കൊടുക്കുന്ന ആ പാഠത്തിലാണ് പതറുന്നതെന്നതാണ് യാഥാർത്ഥ്യം.